ചെന്നൈ മുംബൈ കളിയുണ്ടായിരുന്നു, എന്തൊക്കെ ബഹളായിരുന്നു. ധോണി വാസിസ് രോഹിത്, IPL എൽ ക്ലാസിക്കോ, തല വാസിസ് ഹിറ്റ്മാൻ, യെല്ലോ വാസിസ് ബ്ലൂ, ഒടുക്കം പവനായി ശവമായി. വാങ്കഡയിൽ 33,000-ഓളം വരുന്ന ആരാധകരുടെ മുന്നിൽ വെച്ച് ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈനെ കൊന്ന് ഒരു കുഴിയെടുത്ത് കുഴിയിലിട്ട് മൂടി അതിന്റെ മുകളിൽ ഒരു മരവും വെച്ച് അതില് ഒരു പൂവും വിരിച്ച ശേഷം സഞ്ജുവും ചെന്നൈന്റെ പിള്ളേരും ഇന്ന് അവിടുന്ന് പോയത്. 103 റണ്ണിന് ചെന്നൈ സൂപ്പർ കിങ്സിനോട് തോക്കുക എന്ന് പറയുന്നത് ചെറിയൊരു തോൽവിയല്ല. ഇങ്ങനെയല്ല മുംബൈ ഇന്ത്യൻസ്, ഇങ്ങനെ ഒരിക്കലും ആയിരുന്നില്ല മുംബൈ ഇന്ത്യൻസ്. ചെന്നൈ അല്ല ഏതോനും വാങ്കഡയിൽ വന്ന് കളിക്കുമ്പോൾ പേടിക്കണം എന്ന് പറഞ്ഞ രോഹിത് ശർമ്മന്റെ മുംബൈ ഇന്ത്യൻസിനെ കുറിച്ച് ഞാൻ, പക്ഷെ ആർക്കും ഒരു സങ്കടം വേണ്ട. എൽ ക്ലാസിക്കോ അല്ലെങ്കിൽ ഏറ്റവും മികച്ച റൈവലറി എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഉദാഹരണം തരാനില്ല. അവിടെ ചെന്നൈ എടുത്ത ടോട്ടൽ റൺസ് 207, അതിൽ സഞ്ജു എടുക്കുന്നത് 101 റണ്ണ്. ഈ 101 റണ്ണ് നിങ്ങൾ മാറ്റി വെച്ച് നോക്ക്. ബാക്കിയുള്ളത് 106 റണ്ണാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കംപ്ലീറ്റ് പ്ലേയേഴ്സ്, ബാക്കിയുള്ള പ്ലേയേഴ്സ് കളിച്ചിട്ട് റണ്ണ്. എന്നാൽ മുംബൈ ഇന്ത്യൻസിന്റെ ടോട്ടല് എല്ലാവരും കൂടിയിട്ട് എടുത്ത റണ്ണ് 104 റണ്ണാണ്. എന്ന് പറഞ്ഞാൽ ചെന്നൈ കിങ്സ് 2 റണ്ണിനെ ജയിച്ചിട്ടുള്ളൂ. നമ്മൾ ഈ ചെന്നൈയും മുംബൈയും തമ്മിലുള്ള റൈവലറിന്റെ ഇടയ്ക്ക് എന്തിനാണ് ഈ രാജസ്ഥാന്റെ പ്ലേയേഴ്സിനെല്ലാം വിളിച്ചിട്ട് കൊണ്ടുവരുന്നത്? അതിന്റെ ആവശ്യം എന്താ? രാജസ്ഥാന്റെ പ്ലെയറെല്ലാം അവിടെ ഇരിക്കട്ടെ. സഞ്ജുവിന ചെന്നൈ ഞങ്ങൾ ഇപ്പൊ അംഗീകരിച്ചിട്ടില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ മുംബൈ ചെന്നൈ നമ്മൾ ഈ കളിയിൽ 2 റണ്ണിന്റെ മാർജിനിലാണ് ഞങ്ങൾ തോറ്റത്. ഈ 100 റണ്ണ് രാജസ്ഥാന്റെ പ്ലെയറിന്റെ അത് ഈ കളിയിൽ ഞങ്ങൾ കൂട്ടുന്നില്ല. വേറെ ഒരു രീതിയിലും ഈ കളിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇനി മിനിമം 110 റൺസിനെങ്കിലും ഈ ചെന്നൈനെ അപ്പുറം പോയിട്ട് പൊട്ടിക്കാണ്ട് ഒരു തിരിച്ചുവരവ് മുംബൈക്ക് ഇല്ല മക്കളെ. ഇനി അടുത്ത ഫേസ് ടു ഫേസിൽ നേരെ പോയിട്ട് അവർ ചെറിയ മാർജിനിൽ തോപ്പിച്ച് വരാനാണ് പരിപാടിയെങ്കിൽ ഈ കെട്ടി അടിക്ക് പറ്റൂല. ഹെഡ് ടു ഹെഡ് തന്നെ 21-18 ഇത്രയും പീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും റൈവലറി ആയിട്ടുള്ള ഒരു ടീം പോലും ഇപ്പോ IPL ചരിത്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അങ്ങനെയുള്ള ഒരു കളിയിൽ ഇജാതി ഒരു ടീമിനെ വെച്ചിട്ട് മുംബൈന്റെ ടീമും അതേപോലെ തന്നെ ചെന്നൈന്റെ ടീമും നിങ്ങൾ ജസ്റ്റ് സ്കോർ കാർഡ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മുംബൈന്റെ ഏതാ ടീം. ഇവിടെ ക്യാപ്റ്റന്മാർ അവിടെ നിൽക്കുന്ന മൊത്തം. എന്നിട്ട് ഈ ടീം സ്വന്തം തട്ടകത്തിൽ വാങ്കഡയിൽ വെച്ചിട്ട് ഇതൊന്നും അല്ല കോമഡി. ഒരു സഞ്ജു ഫാനായ മുംബൈ ഇന്ത്യൻസ് ഫാനായ ഞാൻ സഞ്ജുവിന്റെ ഫസ്റ്റ് ഇന്നിംഗ്സിലെ വെയിറ്റ് കണ്ടപ്പോ എജാതി സന്തോഷം, ഹാപ്പിനെസ്സിൽ ഇങ്ങനെ മരം കുളിർത്ത് നിന്നാ ഇനി മുംബൈ തിരിച്ചടിക്കലോ എന്ന് വെച്ചിട്ട്. സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ട് എന്താ സംഭവിച്ചത്, ആരാ വരുന്നത് ആരാ പോകുന്നത് ഒരു തീരുമാനമില്ല. ഒരുമാതിരി ഫോൺ നമ്പർ വായിക്കുന്ന പോലെ. ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈക്ക് കൊടുത്തത് 7 എക്സ്ട്രാ റൺസ്. ആ 7 റണ്ണ് പോലും എടുക്കാൻ പറ്റാത്ത 5 കളിക്കാര് മുംബൈ ഇന്ത്യൻസിൽ നിന്ന് കളിച്ചു. അത് ഇത്ര ഇന്റർനാഷണൽ കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സ് കളിച്ചൊരു ടീമില് എക്സ്ട്രാ തന്ന റണ്ണ് പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മുംബൈ ഇന്ത്യൻസ് വീണ് പോയി എന്ന് പറയുമ്പോൾ അതിനും മുകളിൽ എങ്ങനെയാ ഈ കളിനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്, അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്? ഇപ്പൊ ആകെ കൂടി ഒരു വല്ലാത്തൊരു അവസ്ഥയിലുള്ള സെഞ്ചുറി വേണ്ടതുള്ള ഒരു സന്തോഷവും മുംബൈന്റെ ഈ തോൽവി കണ്ടിട്ടുള്ള വിഷമാണോ സങ്കടമാണോ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ഒരു വല്ലാത്തൊരു വിങ്ങൽ, ഒരു കലക്കോ വല്ല ഡോക്ടറായിട്ട് കാണിക്കേണ്ടി വരുമോ എന്ന് അറിഞ്ഞോളാം. എന്തൊരു അവസ്ഥ, ഒരു പ്രത്യേകിച്ച് ഒരു വികാരം തോന്നാത്ത വികാരബന്ധിതമായ ഒരു നിമിഷത്തിലൂടെയാണ് ഞാനടങ്ങുന്ന ഒരുപാട് പേര് കടന്നു വന്നത്. പിന്നെ ഇതിൽ തന്നെ രോഹിത് കടകുണ്ട്, ഹാർദിക് പാണ്ഡ്യ കടകുണ്ട്, ദൈവം കടകുണ്ട്.